നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വേനൽക്കാലത്ത് ചൂട്, വർഷകാലത്ത് മഴ, ശൈത്യകാലത്ത് മഞ്ഞ്, തെരഞ്ഞെടുപ്പ് കാലമായാൽ BJPക്ക് വർഗീയത. അങ്ങനെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായി. മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇനി മതം നോക്കി പൗരത്വം. ഒരു പ്രത്യേക വിഭാഗത്തെ ശത്രുതാപരമായി സമീപിക്കുന്ന നിലയാണ് ഉണ്ടാകുന്നത്. അവർക്ക് പൗരത്വത്തിന് അർഹതയില്ല എന്ന നിലപാടിലേക്ക് മാറുകയാണ്. അതിനെ എല്ലാ തരത്തിലും എതിർക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ സ്വീകരിക്കാവുന്ന നില. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. എല്ലാവരും തുല്യർ. മതാടിസ്ഥാനത്തിൽ വേർതിരിവ് പാടില്ല. ഈ മൗലിക തത്വത്തിന് വിരുദ്ധമാണ് പൗരത്വ നിയമ ഭേദഗതി. 2019 പാർലമെന്റ് നിയമം പാസാക്കി. ഈ നിയമപ്രകാരം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന മതത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാം. ഇതേ രാജ്യങ്ങളിൽ നിന്നുമുള്ള മുസ്ലിങ്ങളായ അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും പൗരത്വം നൽകാനാവില്ല. ബർമ്മ അയൽരാജ്യമാണ്. അവിടെ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുന്നു. ജീവൻ നിലനിർത്താനായി നിരവധി രോഹിംഗ്യകൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അവർക്ക് പൗരത്വം നൽകില്ല. ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധം തീക്ഷ്ണമായ കാലം. തമിഴ് വംശജർ കൂട്ടത്തോടെ തമിഴ്നാട്ടിലേക്ക് പലായനം ചെയ്തു. അവരിൽ നല്ലൊരു വിഭാഗം ഹിന്ദുക്കളാണ്. എന്നാൽ ശ്രീലങ്കയിൽ നിന്നുമുള്ള അഭയാർത്ഥികൾക്ക് അവർ ഹിന്ദുക്കളാണെങ്കിലും ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല. കാരണം അവർ താമസിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ്. മുസ്ലിം വിരുദ്ധത, ദക്ഷിണേന്ത്യൻ വിരുദ്ധത രണ്ടും ചേർന്നാൽ പൗരത്വ ഭേദഗതി നിയമമായി. നിയമം പാർലമെന്റിൽ പാസാക്കിയതിന് പിന്നാലെ രാജ്യത്ത് വൻ പ്രക്ഷോഭങ്ങൾ നടന്നു. പ്രക്ഷോഭങ്ങളെ ക്രൂരമായാണ് BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ നേരിട്ടത്. UPയിൽ മാത്രം 22 സമരക്കാരെ ആദിത്യനാഥ് സർക്കാർ വെടിവെച്ചു കൊന്നു. ദില്ലിയിലെ ഷഹീൻബാഗിൽ വൻ പ്രക്ഷോഭം നടന്നു. ഫെബ്രുവരി 23 ദില്ലി കലാപം. 60ഓളം പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ദില്ലി പോലീസ്. അധികാര കേന്ദ്രങ്ങളുടെ മൂക്കിന് താഴെ നടന്ന കലാപം അമർച്ച ചെയ്യാൻ ദില്ലി പോലീസ് സത്വര നടപടി കൈക്കൊണ്ടില്ല. കലാപകാരികൾ അഴിഞ്ഞാടി. കൂടുതൽ നഷ്ടമുണ്ടായത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കായിരുന്നു. രാജ്യത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. പുൽവാമയിൽ ഭീകരാക്രമണമുണ്ടായി. പാക് അധീന കാശ്മീരിലെ ബലാക്കോട്ടിൽ ഇന്ത്യൻ സേന മിന്നലാക്രമണം നടത്തി. അതോടെ രാഷ്ട്രീയ സമവാക്യം മാറിമറിഞ്ഞു. വൻ ഭൂരിപക്ഷത്തോടെ മോദി വീണ്ടും പ്രധാനമന്ത്രിയായി. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. കഴിഞ്ഞ 5 വർഷം കൊണ്ട് രാജ്യം സമഗ്ര മേഖലകളിലും പിറകോട്ട് പോയി. നേട്ടമുണ്ടായത് അംബാനിക്കും അദാനിക്കും കുറെ കോർപ്പറേറ്റുകൾക്കും മാത്രമാണ്. ആഗോള പട്ടിണി സൂചികയിൽ രാജ്യം 125ൽ 111 സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. പീഡനങ്ങൾക്കിരയായ വനിതാ ഗുസ്തി താരങ്ങൾക്ക് നിധി തേടി ദില്ലിയിൽ സമരം ചെയ്യേണ്ടി വന്നു.
കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലായി. ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. ഗത്യന്തരമില്ലാതെ കർഷകർ തെരുവിലിറങ്ങി. എത്ര ശക്തമായ ജനവികാരത്തെയും മറികടക്കാനുള്ള ഒരു ആയുധം മോദിയുടെ കൈവശമുണ്ട്: വർഗീയത. അയോധ്യയിലെ രാമക്ഷേത്രമാണത്രേ മോദിയുടെ ഏറ്റവും വലിയ ഭരണ നേട്ടം. രാമക്ഷേത്രം മാത്രം പോരാ, ഹിന്ദുമത വികാരം ആളിക്കത്തിക്കണം. അതിനായുള്ള തീവ്ര ശ്രമത്തിലാണ് മോദി ഇപ്പോൾ. എന്നാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇത് മാത്രം പോരാ. വർഗീയത കുറെ കൂടി തീവ്രതയോടെ ആളിക്കത്തിക്കണം. രാമക്ഷേത്രം മാത്രം പോരാ. BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ നിയമം പാസാക്കി. അസം നിയമനിർമ്മാണത്തിന് തുടക്കമിട്ടു. പൗരത്വ നിയമ ഭേദഗതി 2019 പാർലമെന്റ് പാസാക്കിയതാണ്. അന്ന് നിയമത്തിനെതിരെ 250ഓളം പേർ സുപ്രീം കോടതിയെ സമീപിച്ചു. നിയമം നടപ്പിലാക്കുന്നതിനായുള്ള ചട്ടങ്ങൾ തയ്യാറാക്കി വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ മോദി സർക്കാർ തയ്യാറായില്ല. 4 വർഷമില്ലാത്ത നടപടി തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ സർക്കാർ കൈക്കൊണ്ടത് എന്തിനാണ്? ഇതാണ് മറുപടി. അപ്പൊ പിന്നെ അവിടുന്ന് വരുന്നത് അതേപടി ചോദിക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം അത് തരുന്നത് നിങ്ങൾ ചോദിക്കാതിരിക്കാൻ നിങ്ങൾക്കുള്ള ഒരു പരിമിതി എനിക്കറിയാം. അങ്ങനെ ചോദിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ദേശാഭിമാനി പത്രത്തിന് തിരിച്ചടിയാണെന്ന് തന്നെ എഴുതാം. കൈരളി ഇപ്പോഴും കൊടുക്കുന്നുണ്ടാവും കൈരൾ തിരിച്ചടിയെന്ന്. കാരണം മലർന്നടിച്ച് വീണ് കഴിഞ്ഞാലും കാല് മുകളിലാണെന്ന് പറയുന്ന ആളുകൾ അതേ പറയുള്ളൂ. കേരളം അതിശക്തമായി തന്നെ ഇതിനെ ചെറുത്തു തോൽപ്പിക്കും. എല്ലാ രൂപത്തിലുള്ള പ്രതിരോധവും ഇതിന് സ്വീകരിക്കും. ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തുകയാണ്. രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളുണ്ട്: കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ്. നിയമ പോരാട്ടങ്ങൾക്ക് ഈ സംസ്ഥാന സർക്കാരുകളൊന്നും തയ്യാറല്ല. ഇതാണ് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. പാർലമെന്റിൽ പ്രതികരിച്ചാൽ പുറത്താകും. എക്സിക്യൂട്ടീവ് അഥവാ മന്ത്രിസഭ പൂർണ്ണമായും മോദിയുടെ നിയന്ത്രണത്തിലാണ്. ജനാധിപത്യത്തിന്റെ 4ാം തൂണിനെ മോദി വിഴുങ്ങിക്കഴിഞ്ഞു. ഇനി ഏക ആശ്രയം നീതിപീഠങ്ങളാണ്. മോദി സർക്കാരിനെതിരെ എങ്ങനെ നിയമപോരാട്ടം നടത്താം? ഇതിനുള്ള മറുപടിയാണ് CPIM-ന്റെ ഇടപെടലുകൾ. പെഗാസസ് കേസ്, ബിൽക്കിസ് ബാനു കേസ്, ഇലക്ട്രൽ ബോണ്ട് കേസ്, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾ സംരക്ഷിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ CPIM സുപ്രീം കോടതിയെ സമീപിച്ചു. ഇവയിലെല്ലാം കോടതിയുടെ ഇടപെടലുണ്ടായി. കോടതിയെ ആശ്രയിച്ച് മാത്രം ഒരു ജനാധിപത്യ സംവിധാനത്തിന് നിലനിൽക്കാനാവില്ല. ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ സമരങ്ങളാണ് പോരാട്ടമാർഗം. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടന്ന സമരം പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ പുതിയ അധ്യായമായി.
പൗരത്വ നിയമത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നിയമപോരാട്ടം നടത്തുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ കേരളം ഒറ്റക്കെട്ടായിട്ട് ആ സന്ദർഭത്തിൽ തന്നെ ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ എതിർത്ത നിലപാട് തന്നെയാണ് കൈകാര്യം ചെയ്തത്. ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാൻ കേരളമില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ഹിന്ദുത്വ അജണ്ടയിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ഓരോരോ ചെറു വഴികളാക്കി ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള BJP ഗവൺമെൻറ്റിൻ്റെ സംഘപരിവാറിൻ്റെ തീരുമാനമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിശക്തിയായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഇതിനെതിരായി രൂപപ്പെട്ടു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമപരമായിട്ടും അതുപോലെ തന്നെ ഈ നിയമത്തിനെതിരായിട്ടുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് കേരളം ഒന്നടങ്കം തീരുമാനിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. നിയമം നടപ്പിലാക്കുന്നതിനെതിരെ ഏറ്റവും ശക്തമായി രംഗത്ത് വരേണ്ടത് കോൺഗ്രസ് ആണ്. എന്നാൽ ഇതിനെതിരെ ഒരു വരി പോലും ശബ്ദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. മൃദുഹിന്ദുത്വ രക്ഷയ്ക്കെത്തില്ലെന്ന് രാജ്യം കോൺഗ്രസിനെ പലതവണ പഠിപ്പിച്ചതാണ്. പക്ഷേ ഒന്നും ഉൾക്കൊള്ളാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. രാജ്യം നേരിടുന്ന അടിസ്ഥാന വിഷയങ്ങളിൽ മൗനം പാലിച്ച് ഒരിഞ്ചു പോലും മുന്നോട്ട് പോകാനാവില്ല. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധം കേരളത്തിൽ മാത്രം ഒതുങ്ങി. NIA നിയമത്തിലും മോദി സർക്കാർ ഭേദഗതി കൊണ്ടുവന്നു. നിരപരാധികളെ വേട്ടയാടുക എന്നതായിരുന്നു അടിസ്ഥാന ലക്ഷ്യം. ഇരകൾ ന്യൂനപക്ഷങ്ങൾ തന്നെ. നിയമത്തിന്റെ ദുഷ്ടലാക്ക് തിരിച്ചറിയാതെയല്ല, ഭീകരവാദികൾക്കൊപ്പമെന്ന് മുദ്രകുത്തപ്പെടുമോ എന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ആശങ്ക. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ ഉൾപ്പെടെയുള്ളവർ അമിത്ഷാ അവതരിപ്പിച്ച നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. ആക്ടിനെ കുറിച്ചുള്ള ഞാനത് എൻ്റെ വോട്ടിങ്ങിനെ കുറിച്ചുള്ള പഠിച്ചിട്ട് പറയാം, അതേക്കുറിച്ച് പറയാം. അല്ല, അത് ഒരു 100 കണക്കിന് നിയമങ്ങൾ പാസ്സാവുന്നു. ഓരോ നിയമത്തിലും എടുത്തിരിക്കുന്ന അതേക്കുറിച്ച് പഠിച്ചു പറയും. അതേ സംബന്ധിച്ച് പാർലമെൻറ്റിൽ ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്, പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒറ്റക്കെട്ടായ തീരുമാനമാണ്. അതിൽ ഞങ്ങൾ അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന എതിരായിട്ടുള്ള ഗവൺമെൻറ് എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ്. NIA ബില്ലിനെ സംബന്ധിച്ചുള്ള ഞാനത് പഠിച്ചിട്ട് പറയാം. അതേക്കുറിച്ച് പഠിച്ചിട്ട് പറയാം. കോൺഗ്രസുകാരെല്ലാം BJPയുടെ വർഗീയ ലക്ഷ്യത്തോടെയുള്ള NIA നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ കേരളത്തിൽ നിന്നുമുള്ള ഒരു MP ഭേദഗതിക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തി. AM ആരിഫ്. എണ്ണം കൊണ്ട് ഒരു പാർട്ടിയെ വിലയിരുത്താനാകില്ല, നിലപാടുകൊണ്ടാണ് വിലയിരുത്തേണ്ടത്. ഇതാണ് ഇടതുപക്ഷം ഇന്നത്തെ ഇന്ത്യയെ പഠിപ്പിക്കുന്നത്.